പത്രക്കാരും ചാനലുകാരും ഒക്കെ റെഡിയാ. എന്നാ പിന്നെ തുടങ്ങിക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ മറ്റേ സ്വഭാവം കാണിക്കരുത്. മര്യാദക്ക് നിന്നാൽ നിനക്ക് ഇവിടെ നിൽക്കാം. മര്യാദക്ക് നിൽക്കുന്നത് സ്വപ്പ പ്രയാസമാണ്, എങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. ജബൽപൂരിലെ സംഭവത്തിനെ ന്യായീകരിക്കുകയാണോ? എന്തോ നിങ്ങൾ ആരാ? നീ ആരാണ്? നിനക്ക് എന്തുവാണ്? നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. മാധ്യമാരാ? ക്ഷമിക്കണം, ഞാൻ സ്വപ്പം മോഷണലായി പോയി. മാധ്യമാരാ? ഇവിടുത്തെ ജനങ്ങളാണ് വലുത്. പ്ലീസ് ബി കെയർഫുൾ. ഇവിടുത്തെ ജനങ്ങളാണ് വലുത്. പ്ലീസ് ബി കെയർഫുൾ. ഏതാ ചാനൽ? ഏതാ നിങ്ങള്? അവൻ അങ്ങനെ വിട്ടാ ശരിയാവില്ല. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും ഏതാ ചാനല്? ബെസ്റ്റ്. എനിക്ക് ആദ്യമേ ആ ചേച്ചിയെ സംശയം ഉണ്ടായിരുന്നു. ഇന്തവന്റെ അന്ത്യമാണ്, വിളിക്കവനെ. അതാ അവനൊരു അബദ്ധം പറ്റിയതാ. ഏതാ? സൗകര്യമല്ല പറയാൻ. പോളണ്ടിനെ പറ്റി നീ ഒരു അക്ഷരം മിണ്ടരുത്, എനിക്കത് ഇഷ്ടമല്ല. ഓ, എന്റെ കയ്യിൽ എസ് മോഡൽ കത്തിയില്ലാതായി പോയി. ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടിയെടുക്കും. ഞാനിവിടെ പശുവിന്റെ ഉച്ചിഷ്ടമേദ്യം മാറിക്കൊണ്ടിരിക്കുക. 3 നേരം വെട്ടി വിഴുങ്ങണ്ടേ? മനുഷ്യനെ പണിയെ സമ്മതിക്കൂന്ന് വെച്ചാ. അയാൾ വെറും പാവാ. ആ കൊമ്പം മീശയുടെ ഗൗരവം മാത്രമേ ഉള്ളൂ. അതാണല്ലോ മറുപടി. ഇവരൊക്കെ എങ്ങനെ നാട് ഭരിക്കുന്നു എനിക്കറിയാൻ വയ്യ. നിങ്ങള് അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാ മതി കേട്ടോ. അത്രക്കായോ? എന്നാ രണ്ടിലൊന്നും അറിഞ്ഞിട്ട് ബാക്കി കാര്യം. അതിന് വേറൊരു അക്ഷരം മാറ്റണം അതിനകത്ത്. നീ സഭ്യതയുടെ അതിർവരമ്പുകൾ വീണ്ടും ലംഘിക്കുന്നു. നന്ദിയില്ലാത്ത ജാതികൾ.